പിടിക്കവനെ, വിടരുത്. പിടിക്ക്, വേഗം പിടിക്ക്, വേഗം, ഒന്ന് വേഗം പിടിക്ക്. എവിടം വരെ ഓടും? നിന്നെ എന്തായാലും ഞങ്ങൾ പിടിക്കാതെ വിടുകയില്ല. നിന്നെ പിടിച്ചു കൊടുത്ത 1 ലക്ഷം രൂപ ഞങ്ങൾ സമ്മാനമായി നേടും. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ശകലം പിഴച്ചിരുന്നുവെങ്കിൽ നമ്മുടെ തല തന്നെ പോകുമായിരുന്നു. നമ്മുടെ കാര്യം തീർന്നു. എടാ കുഞ്ഞനിയ, അവൻ രക്ഷപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നേ? നിക്കവിടെ, നിക്കടെ അവിടെ. നിന്നെ വിടില്ല ഞാൻ. മാഡത്തിനുള്ള സർപ്രൈസ് കേക്ക് റെഡിയാണ്. എങ്ങോട്ടാ പോന്നെ? എന്താണ് നിനക്ക് നോക്കി പോയിക്കൂടെ? എടാ, എത്ര മനോഹരമായ കുട്ടിയാ. ആരുടെ കുട്ടിയാ അത്? ഇവൻ വഴിതെറ്റി വന്നതാന്ന് തോന്നുന്നു. പണക്കാരെ വീട്ടിലെ കുട്ടിയാന്ന് തോന്നുന്നു. കഴുത്തിൽ ചെയിൻ കിടക്കുന്ന കണ്ടില്ലേ? സംശയമുണ്ടോ? അതെ, ഇവൻ ഇവിടെ വിടുന്നത് ശരിയല്ല. ഇത് മോഷ്ടിക്കാനായിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലോ? വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇവന്റെ യജമാനെ മാഡം കണ്ടുപിടിക്കും. രക്ഷപ്പെട്ടു. നമ്മൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇവനെ പിന്തുടരണം. എന്നാ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? എടുക്ക് നമ്മുടെ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്. ഇതിന്റെ പേരാണ് വണ്ടി. ഇത് വാങ്ങിയോടുകൂടി നമ്മൾ തേണ്ടി. ഇതാണ് സ്ഥിതിയെങ്കിൽ അടുത്ത ഓണത്തിന് അവിടെ എത്താൻ കഴിയും. ഇതിനെ വിൽക്കാൻ ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ. ഒരിക്കലും നടക്കില്ല. ഇത് സ്റ്റാർട്ടായി. ഇവരെവിടേക്കാ പോയത്? ലെഫ്റ്റിൽ പോയെന്നാ തോന്നുന്നത്. എങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് പോകാം. ഞാൻ പറയുന്നത് കേട്ട് ഇപ്പൊ പോയാ മതി. ലെഫ്റ്റിലോട്ട് പോ. ഇല്ല. എങ്കിൽ പിന്നെ നേരെ പോ. ഇത് നല്ല ഐഡിയ. ചേടാ, വീണ്ടും തുടങ്ങിയോ? വിരൽ നുണയ്ക്ക കുടിക്കാനായിട്ട് പാല് കൊടുക്കാം. ഇന്നലെ ശാന്തിലാൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. കോടീശ്വരനായ ടോമി സറങ്ങിന്റെ പെറ്റാണ് ശാന്തിലാൽ. നിങ്ങൾ തന്നെ നോക്കൂ, ഇതാണ് ശാന്തിലാൽ. ഇവന്റെ കഴുത്തിൽ സ്വർണത്തിന്റെ ചെയിൻ ഉണ്ട്.
എവിടെയെങ്കിലും ശാന്തിലാലിനെ കിട്ടിയാൽ അത് ഉടൻ തന്നെ ടോമിക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ വരുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൾ ചെയ്യൂ. ഈ ടോമി ഇപ്പോൾ നമ്മുടെ പക്കലാണ്. ടോമി അല്ലടാ, ശാന്തിലാൽ. ടോമി ഇവന്റെ യജമാനന്റെ പേരാണ്. സംശയമുണ്ടോ? ഞാൻ കോൾ ചെയ്ത് അദ്ദേഹത്തെ അറിയിക്കാം. ശാന്തിലാൽ എങ്ങോട്ടാ പോയത്? അതാ പോകുന്നു. നിക്ക്. എടാ എടാ പിടിക്കവനെ, എടാ ശാന്തിലാൽ നിക്ക്. വെളിയിൽ പോയി കളിച്ചാൽ നിനക്ക് പരിക്ക് പറ്റും. അകത്തേക്ക് വാ. ഓക്കെ മിസ്റ്റർ ടോമി, നമുക്കുടൻ കാണാം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? ഇവനെ പിടിക്കാൻ പോയപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ ടോമിക്ക് ഫോൺ ചെയ്തായിരുന്നു? ആ, അയാളുടെ വീട് അകലെയാ. വരാൻ 1 മണിക്കൂറാകും. 1 മണിക്കൂർ ആവുമ്പോഴേക്കും ഇവൻ നമ്മുടെ പണി തീർക്കും. ഈ കുട്ടിയെ നോക്കാൻ പറ്റില്ലേ? ഇനി എന്റെ അടുത്തതാ. ഞാൻ കുറച്ച് സമയം ഇവനെ ബെഡ്റൂമിൽ വെച്ച് കളിപ്പിക്കാം. ആ. വാടാ കുട്ടാ, നമുക്ക് കളിക്കാം. Butterfly, butterfly. എങ്ങോട്ടാ പോയേ? എങ്ങോട്ടാ പോയേ? ഹണി, പോപ്പട്ട്, ജോർദാർ. എന്ത് പറ്റി? ശാന്തിലാലിനെ കാണാതായിരിക്കുന്നു. എന്ത്? എടാ മിസ്റ്റർ ടോമിയോട് എന്ത് സമാധാനം പറയും? വേഗം വാ, അവൻ അന്വേഷിക്കാം. അതാ പോകുന്നു, വേഗം വാ. ശാന്തിലാലിനെ വേഗം പിടിക്ക. എങ്ങോട്ടാ പോയത്? വേഗം വാ, നമുക്ക് അവിടെ നോക്കാം. ആ വൃത്തികെട്ടവൻ ഇതുവഴിയാണ് പോയത്. അതെ അതെ, ഓ, അതാ പോകുന്നു. വേഗം അങ്ങോട്ട് വിട്. ഗാർഡന്റെ അകത്തേക്ക് പോയി നോക്കാം. വേഗം വാ, വേഗം. ഈ ശാന്തിലാൽ എവിടെ പോയി കാണും? ഇവിടെ തന്നെ കാണും. വാ, പോയി നോക്കാം. ഈ ശാന്തിലാലിനെ അന്വേഷിച്ച് നമ്മുടെ പണി തീരുന്ന തോന്നുന്നു. അതാ നിൽക്കുന്നു. ആ സ്വർണം കൊണ്ടുള്ള ചെയിൻ കണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നു. പിടിക്കേ. എന്നെ അല്ലടാ, ആ പഗ്ഗിനെ പോയി പിടിക്ക്. ഓക്കേ. ശാന്തിലാലിനെ കിട്ടിപ്പോയി. ശാന്തിലാൽ, ഞങ്ങൾ എത്തിപ്പോയി. ശാന്തിലാൽ. ശാന്തിലാൽ മരത്തിൽ കുടുങ്ങി. അല്ല, എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞാൻ തല ചൊറിയായിരുന്നു. ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. സോറി. ഞാൻ പോയി ശാന്തിലാലിനെ എടുത്തോണ്ട് വരാം. കുട്ടനെ പിടിക്കണം, വേഗം പിടിക്കണം. എത്തിപ്പോയി. കിട്ടും കിട്ടും കിട്ടും. മോളിലിരിക്കാണല്ലേ. അമ്മച്ചി, നിന്നെ വിടില്ല, പിടിക്കാതെ വിടില്ല ഞാൻ. ഇതാ എത്തിപ്പോയി. അയ്യോ, വേഗം ശാന്തിലാലിനെ പിടിക്ക. ഞാൻ ശാന്തിലാലിനെ പിടിക്കാം, പക്ഷെ എന്നെ ആരാ പിടിക്കുക?
ശാന്തിലാൽ ട്രക്കിനകത്ത് വീണു. വേഗം വാ. ഇവനെല്ലാം കോളമാക്കി. നിന്നെ ഞാൻ വിടലടാ. ദിം തരികിട ധൂം. എന്താ ഇത്? ഇവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടു. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. വേഗം വാ. ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ അവനെ പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പണി തീരും. എടാ ട്രക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സംശയമുണ്ടോ? വേഗം പിന്തുടരണം. എടാ എങ്ങനെ പിന്തുടരുക? നമ്മുടെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ലല്ലോ. കൊടുങ്കാറ്റ്. എല്ലാരും വേഗം വാ. വേഗം വാ, വേഗം വന്ന് കേറ്. ഞങ്ങളുടെ കൊടുങ്കാറ്റിനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിൽക്ക്. അല്ല, ഇതെങ്ങനെയാ സ്റ്റാർട്ട് ആയത്? എനിക്കിപ്പോ ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആക്കുമ്പോ പെട്ടെന്ന് സ്റ്റാർട്ട് ആവില്ല. ഇപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ആയത്? ദാ നോക്ക്, അവർ നമ്മുടെ കൊടുങ്കാറ്റിനെയും കൊണ്ട് പോയി. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ പിന്തുടരുക? വേഗം ആ ലോറിയിൽ കയറിക്കോ, അതാ നല്ലത്. ജോർദാൻ, വേഗം. ഇത് സ്കൂട്ടറാണ്, അല്ലാതെ പ്ലെയിൻ അല്ല. ഞാൻ ഓടിക്കാം. എടാ സൂക്ഷിക്ക്, വണ്ടി വരുന്നുണ്ട്. കലക്കി ഹണി, നമ്മൾ എത്തിപ്പോയി. കലക്കി. നമ്മളെത്തിപ്പോയി. സൈഡ് കാർ മാറിപ്പോയി. അവരങ്ങോട്ട് പോയി. എടാ അവരെല്ലാരും അങ്ങോട്ട് പോയി. നമ്മൾ എന്തിനാ ഇവിടെ തന്നെ നോക്കുന്നേ? എടാ മിണ്ടാതിരി, നമ്മൾ ഈ സൈഡ് കാറിലാണ്. രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്. കഴുതേ, വേഗം അവിടുന്ന് പറന്നു വാ. ആ ശരിയാണല്ലോ, ഞാൻ ആ കാര്യം തന്നെ മറന്നുപോയി. എനിക്ക് പറക്കാൻ കഴിയുമല്ലോ. എങ്ങനെ മുന്നോട്ട് പോകും? ഈ കമ്പ് വെച്ച് നമുക്ക് തുഴഞ്ഞു പോകാം. ഇങ്ങനെ തുഴഞ്ഞു പോകാം. ഒന്നും മിണ്ടാതിരിക്കണം. രക്ഷപ്പെട്ടു നമ്മൾ. ഇങ്ങനെ പോയാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഹണി, ലെഫ്റ്റിലേക്ക് പോ. എടാ, ലെഫ്റ്റിലേക്ക് പോ. താൻ എന്താ ഇങ്ങനെ മണ്ടനെ പോലെ സംസാരിക്കുന്നേ? ഇത് സൈഡ് കാറല്ലേ, ഇതിൽ സ്റ്റിയറിംഗ് ഒന്നും ഇല്ല. ഹണി, ഇതിലേ അല്ല, അതിലേ. താനെന്ത് നിർത്തുന്നുണ്ടോ തന്റെ ഈ ദിം തരികിടത്തോം? പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നേരെ ചൊവ്വേ പറയേ. അല്ല, നിങ്ങൾക്ക് എന്താ കാണല്ലേ? കണ്ണൂടെ ഒരു സൈഡ് കാർ പോലെ ഓടിക്കാൻ അറിയില്ലേ? നാണിക്കേണ്ടത് ഞങ്ങളല്ല, നിങ്ങളാണ്. ഞങ്ങളുടെ കൊടുങ്കാറ്റിനെ നിങ്ങളാണ് കൊണ്ടുപോയത്. കൊടുങ്കാറ്റിനെ ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. കൊടുങ്കാറ്റാണ് എല്ലാരും കൊണ്ടുപോകുന്നത്. കഴുത. കൊടുങ്കാറ്റ് എന്റെ സ്കൂട്ടറിന്റെ പേരാ. കേസ് കൊടുത്ത് നിങ്ങൾ ഞാൻ എല്ലാവരെയും മകത്താക്കും. സോറി സാറേ, എമർജൻസി ആയതുകൊണ്ടാ. അപ്പൊ ഞങ്ങൾക്കുള്ള എമർജൻസിയോ? ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എമർജൻസി വാർഡിൽ കിടക്കുമായിരുന്നു. സാർ, ഞങ്ങളൊരാളിനെ അന്വേഷിക്കുകയായിരുന്നു. ഞങ്ങളും അന്വേഷിക്കുകയായിരുന്നു. കൊടുങ്കാറ്റില്ലാതെ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയോ നിങ്ങൾക്ക്? വീട്, ഇപ്രാവശ്യം ഇവരോട് ക്ഷമിച്ചേക്കാം. നമുക്ക് ഒരുപാട് കാര്യമുള്ളതല്ലേ, പോകാം. ഞാൻ ഇവരോട് ക്ഷമിക്കില്ല. കഴുതേ, ഞാൻ അവനെ കണ്ടുന്നേ. വേഗം പോയി പിടിക്കാം. ശരി, ഇപ്രാവശ്യം നിങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. വേഗം ട്രക്കിൽ കയറാൻ വാ. എങ്ങോട്ടാ പോയത്? ഇവിടെ കാണുന്നില്ല. കിട്ടിപ്പോയി. എടാ ഇത് മാങ്ങയല്ലേ? ഞാൻ അതിനെ പകിന് കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. വാവ്, ഈ മാങ്ങയ്ക്ക് നല്ല സ്വാദുണ്ട്. എടാ വൃത്തികെട്ടവനെ, നമുക്ക് അവനെ കണ്ടുപിടിക്കണം. മാങ്ങ പിന്നെ തിന്നാം. വേഗം വാ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ട്രക്കിനകത്തില്ല. ഇവിടെ നിന്ന് വേറെ എവിടേക്ക് പോയെന്ന് തോന്നുന്നു. ശാന്തിലാൽ എവിടെ പോയെന്ന് ഞാൻ പറന്നു പോയി നോക്കാം.
ഇനി നീ എങ്ങോട്ടോടും പിടിച്ചടാ പിടിക്കവനെ വേഗം പോ. നിക്കവിടെ. നിക്കാനാ പോ. മര്യാദയ്ക്ക് അവിടെ നിക്ക്. നിക്കാൻ. അതാ പോകുന്നു, വേഗം വാ. ദിം തരികിട തോ, നിന്നെ ഞാനിന്ന് പിടിച്ചിരിക്കും. അത് ശരി, പഴങ്ങൾ മോഷ്ടിക്കുന്നവരാണോ? ഞങ്ങൾ പഴങ്ങളെ മോഷ്ടിക്കില്ല. ഞങ്ങൾ പറഞ്ഞത് ദയവ് ചെയ്ത് അങ്ങ് വിശ്വസിക്കണം. ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്ക്. മനസ്സിലാവാത്ത കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായ കാര്യങ്ങളും മനസ്സിലാകാതെ പോകും. എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്ക് നേരത്തെ മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങോട്ട് വരൂ. ഇനി എങ്ങാനും എന്റെ ഫ്രൂട്ട്സ് മോഷ്ടിക്കാൻ നോക്കിയാൽ ആ കിടക്കുന്ന മെഷീനിൽ വെച്ച് നിങ്ങളെ ഞാൻ വട്ടാക്കും. എടാ, ദാ പന്ത് പോകുന്നു, വേഗം വാ. നമുക്ക് ഉടൻ തന്നെ അവനെ പിടിക്കാം. എന്റെ പൊന്നെ, അവനെ പിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എഴുന്നേക്കണം. ആ കരടി നമുക്ക് മുട്ടൻ പണിയാ തന്നിട്ട് പോയത്. ബണി, ശാന്തിലാൽ ദാ ഇവിടെയുണ്ട്. പോപ്പറ്റ്, അവന് വേഗം പോക്ക. എടാ, ഞാനൊരു പോപ്പട്ടാണ്, അല്ലാതെ വലിയ ബൈൽവാനൊന്നുമല്ല. എന്നെ കൊണ്ട് പൊക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? നീ അവനെ നോക്കിക്കോ, ഞങ്ങളിതാ എത്തിപ്പോയി. ശാന്തിലാൽ സൂക്ഷിച്ച. ഇനി ഇവനെ നഷ്ടപ്പെടാൻ പാടില്ല. ശാന്തിലാൽ മാളിനകത്തേക്ക് പോയി. കാണുന്നില്ലല്ലോ, എവിടെ പോയി കാണും? അവിടെ മോളിനകത്തേക്ക് പോകണം നമ്മൾ. ആ, വേഗം പോ. നല്ല രസമുണ്ട്. ഞാനിവിടെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു റിങ് വാങ്ങിക്കാൻ വന്നതാണ്. ആരാത്? അല്ല മോനെ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വരൂ, കിഡ്സ് റൂമിലേക്ക് ചെല്ലൂ. Kids zone. എങ്ങോട്ടാ പോയത്? നമുക്ക് വെവ്വേറെ സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാം. എങ്ങോട്ട് പോയിരിക്കും? വേഗം വരൂ, അവൻ എവിടെയാണെന്ന് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഹണി, നീ അതിലേ പോ, ഞാൻ ഇതിലേ പോകാം. ഇത്രയും വലിയ മാളിനകത്ത് എങ്ങനെയാണ് അവനെ കണ്ടെത്തുക? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കളിച്ചോളണം, എങ്ങോട്ടും പോയേക്കരുത്. Hey. എത്ര ഭംഗിയുള്ള പപ്പിയല്ലേ, ക്യൂട്ടായിട്ടുണ്ട്. വാവ്. വെരി ഗുഡ്, അങ്ങനെ നല്ല കുട്ടിയായിരുന്നു കളിച്ചോളണം. എന്റെ അമ്മോ, ഈ പഗ് എവിടെ പോയി കാണും? എടാ, ഒന്ന് അങ്ങോട്ട് നോക്കിയേ. കൊള്ളാം. ഇങ്ങോട്ട്. വേഗം വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവനെ പൊക്കണം. വേണ്ട, നമ്മൾ പോയി പൊക്കണ്ട. പിന്നെ എങ്ങനെ? ദാ ഇങ്ങനെ പൊക്കാം. ഈ മാസ്ക് ഇട്ടോണ്ട്, മുഖം മൂടി മറിച്ചുകൊണ്ട്. കുട്ടാ, ഞങ്ങൾ എത്തിപ്പോയി. കരയല്ലേ മക്കളെ, കരയല്ലേ. ഈ ശാന്തിലാൽ എങ്ങോട്ടാ പോയത്? എല്ലായിടത്തും നോക്കി, പക്ഷെ ഒരിടത്തും ഇല്ലല്ലോ സർ. ശാന്തിലാൽ.
നീ അവിടെയാണോ ഉള്ളത്? നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ഹണിയാണ്. എടാ അതെന്റെ പഗ്ഗാണ്, മര്യാദക്ക് തിരിച്ചതാ. തരില്ല, ഒരിക്കലും തരില്ല. അച്ഛാ എന്റെ പഗ്ഗിനെയും കൊണ്ട് അവൻ പോവാണ്. എന്താ വിടരുത് സെക്യൂരിറ്റി, ആ പൂച്ച പഗ്ഗിനെ മോഷ്ടിച്ചോണ്ട് പോവുകയാണ്. അത് ശരിയാണല്ലോ, ഞാനിപ്പൊ തന്നെ പിടിക്കാം. നിൽക്കവിടെ, എങ്ങോട്ടാ ഓടാൻ നോക്കുന്നത്? നിൽക്കാനാ പറഞ്ഞത്. പഗ്ഗാ, തിരിച്ചതാ. ഇത് ഞങ്ങളുടെ ശാന്തിലാലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, എന്താ ചെയ്യാ? നിൽക്കടാ, നിൽക്കാൻ, നിൽക്കാൻ. അവനെ. ഇവരുടെ ഇടയിലൂടെ ഓടാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇല്ല. എന്തായാലും അവർക്കിട്ടൊരു പണി കൊടുത്തു. നിൽക്ക്. നിൽക്കടാ, നിൽക്കാനാ നിൽക്കാൻ. പറഞ്ഞത്. വീണ്ടും പുറകെ വരികയാണല്ലോ. നിൽക്ക്. ഞാൻ നിൽക്കില്ല. നിൽക്ക്. ഇല്ല. നിൽക്ക്. നിൽക്കില്ല. നീ എങ്ങോട്ടാ രക്ഷപ്പെടാൻ നോക്കുന്നത്? ശാന്തിലാൽ, നീ ട്രോളിക്കകത്ത് ഇരിക്ക്. ആ, എന്റെ പഗ്ഗ്, എന്റെ പഗ്ഗ്. നിൽക്കടാ, നിൽക്ക്. നിൽക്കവിടെ, എങ്ങോട്ടാ പോകാൻ നോക്കുന്നത്? പക്കള്ളൻ. ഞാൻ കള്ളനല്ല, ഇത് ഞങ്ങളുടെ ശാന്തിലാലാണ്. ഇത് ഞങ്ങളുടേതാണ്. അത് ശരി. അപ്പൊ നിങ്ങൾ മിസ്റ്റർ ടോമിയാണോ? ആരാ ടോമി? ഞാൻ മൂർത്തി. അത് ടോമി, അങ്ങ് മോത്തി. എന്താ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? ഹണി കൊടുത്തേക്ക്. ഇത് ശാന്തിലാൽ അല്ലടാ. ആ സോറി സർ, ഇവൻ ഞങ്ങളുടെ പഗ്ഗെന്ന് കരുതിയതാണ്. അപ്പൊ പിന്നെ ശാന്തിലാൽ എവിടെ പോയി? അതാ പോകുന്നു ശാന്തിലാൽ. വേഗം അവനെ പിടിക്ക്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. അവന്മാർ ആ പഗ്ഗിന്റെ പുറകെയാ പോകുന്നത്. അവരുടെ കയ്യിൽ ഒരിക്കലും ആ പഗ്ഗ് അകപ്പെടാൻ പാടില്ല. വേഗം അവരെ പിന്തുടരാം. അത് നോക്ക്, ശാന്തിലാൽ അതിന്റെ കീഴിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവര് സൂയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? അവരിപ്പോ പറഞ്ഞത് സൂവിലേക്ക് പോണെന്നാണല്ലോ. പിന്നെ എന്തിനാ സംശയം ഉണ്ടോന്ന് ചോദിച്ചു ഞങ്ങളെയൊക്കെ സംശയിപ്പിക്കുന്നേ? വേഗം വാ. കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റ്. ഹണി, ആ സ്കൂട്ടർ എടുക്കണ്ട, പിന്നെ വീട്ടിൽ പ്രശ്നമാകും. കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി സോറി പറഞ്ഞേക്കാം. വേഗം വാ, പോവാം. എവിടെ പോയി? എവിടെ പോയി? വീണ്ടും ഒരു കൊടുങ്കാറ്റിനെ കൊണ്ടുപോയോ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോണം. അവരാ പഗ്ഗിന്റെ പുറകെയാ പോയിരിക്കുന്നത്. അവരെ തടയണം. എന്നിട്ട് ആ പഗ്ഗിനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്യണം. എന്തായാലും നമുക്ക് അവരെ സൈക്കിളിൽ പിന്തുടരാം. വേഗം വാ. സൈക്കിൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അയ്യോ, എന്നെ രക്ഷിക്കണേ. മോളെ, ആ ടെഡി ബിയറിങ്ങിതാ. എന്തൊരു സുഖം. വേഗം പോ, വേഗം പോ, അവരെ പിന്തുടര്. വേഗം. എടാ, ഹാൻഡിലില്ലാത്ത സൈക്കിളാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. എന്തായാലും പെടലി ചവിട്ടുമ്പോ സൈക്കിൾ നേരെ പോകുന്നുണ്ടല്ലോ. സർക്കസുകാര് ഹാൻഡിൽ പോലും ഇല്ലാതെ സൈക്കിൾ ഓടിക്കുന്നത് അത് നീ കണ്ടിട്ടില്ലേ? ഷോർട്ട് കട്ടിൽ പോയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സൂവിലെത്താൻ പറ്റും. പെട്ടെന്ന് അവിടെ പോയെന്താ? നീ ആനയെ പിടിക്കാൻ പോവാ? ശാന്തിലാൽ ജീപ്പിലാണ്. ജീപ്പിന്റെ പുറകെ പോ. ആ സ്കൂട്ടറുകാര് പുറകെ വരുന്നുണ്ട്. സംശയമുണ്ടോ? അവര് വരട്ടെ, പക്ഷെ നീ സൂക്ഷിച്ച് ഓട്ടിക്ക. ഒരു വീല് പോയടാ. അത് പോട്ടെ, സർക്കസുകാര് ഒറ്റ വീലുള്ള സൈക്കിളല്ലേ ഓടിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ. അതാ പോകുന്നു ശാന്തിലാൽ. എന്താ? അങ്ങയല്ല വിളിച്ചത്. ശാന്തിലാൽ ഒരു ഡോഗിയാണ്. എന്നെ ഡോഗി എന്ന് പറയുന്നോ? അങ്ങേയല്ല,
ശാന്തിലാലിനെയാണ്. ഞാനാടാ ശാന്തിലാലേ. അവനും ശാന്തിലാലാണ്. അങ്ങോട്ട് നോക്ക്. വേഗം ഭാഗത്ത് പോകാം. നിൽക്ക്. സ്കൂട്ടറിനെ പാർക്കിങ്ങിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തോണ്ട് വാ. ജോർദാറെ, സ്കൂട്ടർ പാർക്ക് ചെയ്യ. ഞാൻ ടിക്കറ്റ് എടുത്ത് വന്നേക്കാം. സൈക്കിള് നിർത്ത്. എങ്ങനെ നിർത്താനാ? എടാ മണ്ട, ബ്രേക്ക് പിടിക്ക്. എടാ, അതിനകത്ത് ബ്രേക്ക് ഇല്ലല്ലോ. അയ്യോ, ഇത് വലിയ സ്ഥലമാണ്. നമുക്ക് പല വഴികളിലായി അന്വേഷിക്കാം. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയി ശാന്തിലാലിനെ അന്വേഷിക്ക. എവിടെയെങ്കിലും കണ്ടാൽ അവനെ കണ്ണെടുക്കാതെ പിന്തുടരണം. അവിടെ വല്ലാതെ ദാഹിക്കുന്നു. വെള്ളം. ആഹാരം എന്നെ തേടി വന്നിരിക്കുന്നു. വന്നതുപോലെ ദാ പോയിരിക്കുന്നു. ശാന്തിലാൽ, 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 ശാന്തിലാൽ. ഇതെന്താ പെട്ടെന്ന് ഇവിടെ ഇരുട്ടായി പോയത്? ലൈറ്റ് ഓൺ ചെയ്യൂ. ഓടിക്കോ. അതാ നിൽക്കുന്നു. ഇത് സ്ഥിതി വളരെ മോശമായല്ലോ. ഗൊറില്ലയുടെ കയ്യിൽ നിന്നും എങ്ങനെയാ അതിനെ വാങ്ങുക? ശ്രമിച്ചു നോക്കാം നമുക്ക് രണ്ടുപേർക്ക്. കുഞ്ഞുനാളിൽ ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. കുരങ്ങന്മാരെ നമ്മൾ എറിഞ്ഞാൽ അതിന്റെ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് അത് എടാ, ഇത് കുരങ്ങനല്ല, ഗൊറില്ലയാ. ഇത് കുരങ്ങന്റെ വലിയ സൈസ് അല്ലേ? നമുക്ക് എന്തെങ്കിലും എടുത്ത് എറിയാമെന്നേ. അപ്പോൾ അവൻ പങ്കിനെ എടുത്തെറിയും. ഹായ്. എന്റെ സമയം നല്ലതായത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ട്. പൊക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാ. രണ്ട് നല്ല ഉറക്കമാ. എന്താ ഇപ്പൊ പൊക്കിയാലോ? അതെ, പൊക്കാം. എന്നാ വേഗം നീ തന്നെ പൊക്ക്. എടാ പേടിത്തൊണ്ട, ഇത് ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് അവനെ പൊക്കിയേ മതിയാവൂ. സബാഷ്, പുറത്തേക്കെടുക്ക്, പുറത്തേക്കെടുക്ക്. ശബ്ദിക്കല്ലേ? അതെ, നിങ്ങൾ ശബ്ദിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിങ്ങൾ വളരെ നല്ലവരാ. 2 പ്രാവശ്യം നിങ്ങളുടെ സ്കൂട്ടർ മോഷ്ടിച്ചിട്ടും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വന്നിരിക്കുന്നു. ഗൊറില്ല എഴുന്നേറ്റു. ഇനി അവൻ നമ്മളെ ചമ്മന്തിയാക്കും. ശാന്തിലാലേ, ഉറങ്ങിയോ? ഹലോ, എഴുന്നേൽക്ക്. ശാന്തിലാലിനെ പിടിക്കാൻ വേണ്ടി എന്നെ ഒന്ന് സഹായിക്കേ. എഴുന്നേൽക്കതേ. എങ്ങോട്ട് പോയി? ഹണി ശാന്തിലാലിന്റെ പുറകെ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഓഹോ, ഇവിടെയുണ്ടോ? അല്ല, ഈ കഴുത എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഹണി, ഹണി, നീ എന്താണ് ഈ ചെയ്യുന്നത്? ബണ്ണിയല്ലേ പറഞ്ഞത് ശാന്തിലാലിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നട്ട് പിന്തുടരണമെന്ന്. എന്ത്? കഴുതേ, അവനെ പിടിക്കേ. ഓക്കേ.
ശാന്തിലാൽ ഓടിക്കോ, ഞങ്ങൾ നിന്നെ പിടിക്കാൻ പോവാണ്. ഓടിക്കോ ഓടിക്കോ. എടാ ഹണി മിണ്ടാതിരിക്കെ, അവനെ നമുക്ക് പിടിക്കണം. ശാന്തിലാൽ കുഴിയിൽ വീണിരിക്കുകയാണ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ബന്നി ജോർദാർ, വേഗം ഇങ്ങോട്ടൊന്ന് വന്ന് നോക്ക്. ശാന്തിലാൽ കുഴിയിൽ വീണിരിക്കുകയാണ്. കുഴിയിലേക്ക് വേഗം ചാടാം. അയ്യോ, ഇവരെന്നെ ആക്രമിക്കാൻ നോക്കുന്നേ. എല്ലാരും വേഗം ഇതിനെ ഒന്ന് പൊക്കാൻ നോക്ക്. ഒത്തുപിടിച്ചാൽ ഐലസ, ഒത്തുപിടിച്ചാൽ ഐലസ. 3 പേര് ശ്രമിച്ചതിന് പൊക്കാൻ കഴിയുന്നില്ല. സംശയമുണ്ടോ? ഇതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഇവനെ പുറത്തേക്ക് എടുക്കേ. ശാന്തിലാൽ പുറത്തു വന്നു, വേഗം വാ. ശാന്തിലാൽ റോഡ് ക്രോസ് ചെയ്യരുത്. ശാന്തിലാൽ ശാന്തിലാൽ നിൽക്ക്. വേണ്ട, ശാന്തിലാൽ നിൽക്ക്. അതാ പോകുന്നു, വേഗം വാ. എങ്ങനെയാ നമ്മൾ ക്രോസ് ചെയ്യാ? നീ പറന്നു പോയിക്കോ, ഞങ്ങൾ ഇവിടുന്ന് ചാടി വരാം. ഇതെന്നാണ് ചെയ്യുന്നത്? കൊച്ചളിയ, ശാന്തിലാലിനെ പിടിക്കാൻ നോക്കിയിട്ട് നമ്മുടെ കാറ്റ് പോകുന്ന തോന്നുന്നേ. വരൂ നമുക്ക് പോകാം, സമയമില്ല. എന്തായാലും ആ ചെറിയ പകിനെ കണ്ടുപിടിക്കണം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൻ അവിടെയുണ്ട്. എവിടെ? അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കണോ അങ്ങോട്ട് നോക്കണോ? എങ്ങോട്ടാ നോക്കേണ്ടത് പറയ്. കഴുതേ, അങ്ങോട്ട് നോക്ക്. ഭാഗ്യം, രക്ഷപ്പെട്ടു. എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? അവസാനം ശാന്തിലാലിനെ കിട്ടി. കൈക്കെത്തിയത് വായിക്കെത്താതെ പോയി. ബണ്ണി, ശാന്തിലാൽ താഴേക്ക് വീഴും. ശാന്തിലാലിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവൂ. സംശയമുണ്ടോ? അതെ, അവൻ കുഞ്ഞായതുകൊണ്ട് അവൻ ആപത്തിലാന്ന് അവന് തന്നെ അറിയത്തില്ല. നമ്മള് മുകളിലേക്ക് പോകണം. കഴുതേ, ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയില്ലേ, പിന്നെ എങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവാ? മുകളിലേക്ക് പോവാൻ നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തണം. വേഗം വാ, നമുക്ക് പടിയിലൂടെ പോവാം. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അത് ആപത്താണ്. സോറി, പക്ഷെ ഞങ്ങൾക്ക് പോയേ മതിയാകൂ. ഇതെന്താ പടിയാണോ? പടികൾ കയറുന്ന ഗെയിമാണോ? വേഗം പോടാ. എനിക്കിത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അവരെവിടെയാണെന്നൊന്ന് നോക്കിയേ. എടാ, പഗ് മേളിൽ പോയി. ഇനി മുകളിലെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എടാ അങ്ങോട്ട് നോക്ക്, അവരും ആ പകിന്റെ പുറകിലാണ്. നമുക്ക് പെട്ടെന്ന് പോണ്ടി വരും. ദാണ്ട് അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ബാ പോവാം. അല്ല, നീ തനിച്ചു പോയാ മതിയോ? കൂടെ ഞാനും വരണ്ടേ? അതാ നിൽക്കുന്നു, ഞാൻ പോയി അവനെ കൊണ്ടുവരാം. അയ്യോ, ഈ കൊച്ചു പട്ടികുടി പിന്നെയും രക്ഷപ്പെട്ടു. അവൻ പിന്നെയും മേലോട്ട് പോവാണ്. ആ പകിനെ എങ്ങനെ പിടിക്കും നമ്മള്? പറയൂ. അവനെ ഞാൻ പിടിക്കാം. എന്നെ തനിച്ചാക്കി പോകുന്നതിനാ? നിൽക്കവിടെ. ഇവനൊരു മരം പണ്ട തന്നെയാ.
നോക്ക് ശാന്തിലാൽ ഇങ്ങോട്ടാ വരുന്നേ. അവനെ ഞാൻ കൊണ്ടുവരാം. ഹണി വിട്ടേക്ക്, അവൻ താഴേക്ക് വീഴും. രക്ഷിക്ക്. എന്റെ കാലേ പിടിച്ചോ, കാലേ പിടിച്ചോ. എനിക്കൊരു കുഴപ്പമില്ല. ആ പഗ് പിന്നെ മേലോട്ട് പോവാണ്. വാ പെട്ടെന്ന് വാ, നമുക്ക് ഈ ട്രോളി എടുത്തോണ്ട് മേലോട്ട് പോവാം. എനിക്കിതൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞാനൊരു പ്രതിമയല്ല, ഞാൻ ശരിക്കുള്ള മനുഷ്യനാ. ഓ ഇവിടുന്ന്. ഇതെന്ത് പൊട്ടത്തരവാ? എനിക്ക് തന്നെ എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ മതിയാവും. മേലോട്ട് പോ, ഇനിയും മേലോട്ട്, ഇനിയും പോട്ടെ. അതാ പോകുന്നു, ഒന്ന് നിർത്ത. ഞാൻ അങ്ങോട്ട് പോയി അവനെ കൊണ്ടുവരാം. ഹണി, ഹണി, എന്നെ രക്ഷിക്കും, ഞാൻ വീഴാൻ പോവാണ്. ഞാൻ സൂറത്തിനെ എങ്ങനെ രക്ഷിക്കും? ജോർദാർ, ഈ കയറ് പിടിച്ചോ. ശാന്തിലാൽ നിൽക്ക്, നീ താഴെ വീഴും. ശാന്തിലാൽ താഴെ വീണു. പണി നിൽക്ക്, നീയും താഴേക്ക് വീഴും. നിന്നെ പിടിച്ചടാ. താങ്ക് യു കൊച്ചടിയ, താങ്ക് യു. പണി നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ല ശാന്തിലാൽ എവിടെ? വേഗം വാ, നമുക്ക് പോയി നോക്കാം. താഴെ എങ്ങും കാണുന്നില്ല. അപ്പൊ ബിൽഡിങ്ങിൽ തന്നെ കാണും. വാ പോയി അന്വേഷിക്കാം. അല്ലാതെ എവിടേക്കാ പോയത്? ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? നീ ഇപ്പൊ റെയിൻബോയെ പോലെ ആയല്ലോ. റെയിൻബോ അല്ല, റാംബോ. എന്താ പിടിച്ചോ? എന്തായാലും ഇനി നിനക്ക് രക്ഷയില്ല. ശാന്തിലാൽ ഇനി നമ്മുടേതാണ്. നമ്മൾ ഇവനെ കിഡ്നാപ്പ് ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കും. അത് ശരി, അപ്പൊ നിങ്ങളാണല്ലേ കിഡ്നാപ്പേഴ്സ്. അവനെ ഞങ്ങൾ വിട്ടുതരില്ല. ശാന്തിലാൽ ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങൾക്ക് അവനെ അവന്റെ യജമാനന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവനെ കൊണ്ടുപോകാൻ നിങ്ങളെ അനുവദിക്കില്ല. അവനെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകും. ഹണിയെ തല്ലിയാ നീ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട.
അവ മുകളിലേക്ക് പോയി. വേഗം വാ. നിക്കേ. അയ്യോ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. തരില്ല, റിമോട്ട് എനിക്ക് താ. തരില്ല, തരാൻ തരില്ല, തരാനാ പറഞ്ഞത്. തരില്ല, ഇങ്ങോട്ട് താ. തരില്ല. എടാ നിങ്ങളുടെ കളി നിർത്തിയിട്ട് എന്നെ ഒന്ന് രക്ഷിക്ക്. വേഗം വന്ന് ഇതിനെ ഒന്ന് പിടിക്ക്. Catch! കിട്ടിപ്പോയി. ഇത് നോക്ക്, എനിക്ക് പകിനെ കിട്ടിപ്പോയി. അവന്റെ കാര്യം ഓക്കെ, എന്റെ കാര്യം നിൽക്ക്. റിമോട്ട് ഉപയോഗിച്ച് നിന്നെ ഞാൻ താഴെ ഇറക്കാം. എന്തായി അന്വേഷിക്കുന്നേ? റിമോട്ട് താ. ആദ്യം നീ ശാന്തിലാലിനെ താ. ആദ്യം റിമോട്ട് ഇങ്ങ് താ. ശാന്തിലാലിനെ താ. ഇല്ല, റിമോട്ട് താ. ഇല്ല, നീ ശാന്തിലാലിനെ താ. ഏയ്! നിന്നെ പോലൊരു മണ്ടനെയാണല്ലോ എനിക്ക് കൂട്ടുകാരനായി കിട്ടിയത്. ഇനി നമ്മൾ എങ്ങനെ താഴേക്ക് ഇറങ്ങും? നമ്മളെ ആരാ രക്ഷിക്കുക? അത് ഞാൻ ഇങ്ങോട്ട് ചാടുന്ന മുമ്പ് ഓർക്കണായിരുന്നു. ശാന്തിലാലിനെ കിട്ടി, നമുക്ക് ഉടൻ തന്നെ പോകാം. ടോമി സാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യമോ? നിങ്ങൾ ശാന്തിലാലിനെ കാശിന് വേണ്ടി കിഡ്നാപ്പ് ചെയ്യാൻ നോക്കിയതാണല്ലേ? പോലീസുകാർ വന്ന് നിങ്ങളെ കൊണ്ടുപോയിക്കോളും. ഇൻസ്പെക്ടർ പാണ്ട, അവസാനം നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കും. കിട്ടാത്തത് ആഗ്രഹിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ, ഇവിടുന്ന് രക്ഷിക്കണേ. ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ, അല്ലെങ്കിൽ ഞങ്ങൾ താഴോട്ട് വീഴും. അഡ്രസ് എന്തായാലും ഇത് തന്നെയാണല്ലോ. അല്ല പിന്നെ എന്താ കഥ തുറക്കാത്തത്? സർ, അങ്ങ് ആരാണ്? ഞങ്ങളുടെ വീട്ടിലെ ഡോർബെൽ എന്തിനാണ് അടിക്കുന്നത്? ഞാൻ ടോമി, ടോമി സാരൻ. അല്ല മിസ്റ്റർ ടോമി, ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ ശാന്തിലാൽ. ശാന്തിലാൽ. എന്റെ ശാന്തിലാലിനെ എന്റെ അടുത്ത് നിങ്ങൾ എത്തിച്ചോ. ഇതിന് സമ്മാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഗോൾഡ് ബെൽറ്റ് തരും. നോ താങ്ക്സ് സാർ, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഇരിക്കാനാണ് ഇഷ്ടം. കാലാവസ്ഥ പ്രശ്നം കാരണം എല്ലാ യാത്രക്കാരും അവരവരുടെ ബെൽറ്റ് ഉടൻ തന്നെ ധരിക്കേണ്ടതാണ്. സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയും അരുത്. എനിക്കൊന്നും സംഭവിക്കരുത്, എന്നെ മാത്രം കാത്തുകൊള്ളണമേ. താങ്ക് യു. ഇതെന്താ? ഓ എന്റെ അമ്മച്ചി, എന്റെ ചേച്ചി ഒന്ന് മാറണേ. മാപ്പ് തരണേ അമ്മച്ചി, സോറി. എഴുന്നേറ്റ് പോടാ. ഓ ക്ഷമിക്കണേ.
അത് പിന്നെ തനിക്കെന്താ കണ്ണു കണ്ടൂടെ? മാറടോ. ദയവായി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ ആ സീറ്റിൽ പോയിരിക്കോ. ദിവസവും അമിതമായി ആഹാരം കഴിച്ചാൽ വെക്കും തടി. എനിക്ക് പ്ലെയിനിൽ പറക്കുമ്പോൾ എപ്പോഴും വരും പേടി. അടികൈ. വാ, നിങ്ങളുടെ കവിത വളരെ മനോഹരമായിരിക്കുന്നു. അഭിനന്ദനത്തിന് നന്ദിയുണ്ട്. നിങ്ങളെ കാണാനും നന്നായിട്ടുണ്ട്. എന്റെ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് എനിക്ക് സന്തോഷമാണ്. അടികൈ. എന്റെ പൊന്നു സാറേ, ഞാൻ എയർ ഹോസ്റ്റസ് ആവുന്നതിന് മുമ്പ് ഒരുപാട് കവിതകൾ പറഞ്ഞു നടന്ന ആളാണ്. ശരി, അതൊക്കെ പോട്ടെ. ഞാൻ നിങ്ങൾക്ക് കാപ്പുച്ചിനോ കൊണ്ടുവരട്ടെ? ചൈനയുടെ ഒരു പ്രോഡക്റ്റ് എനിക്ക് വേണ്ട. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് കോഫി വേണമെന്നാണ്. കോഫി കൂടുതൽ കഴിച്ചാൽ പിത്തം പിടിക്കുമെന്ന് പറയാറുണ്ട്. ഞാൻ അതിരാവിലെ കുടിച്ചു കോഫി 2. അടികൈ. വെറുതെ എന്നെ കലി കയറ്റിക്കരുത്, പിന്നെ എന്റെ ചന്ത സ്വഭാവം താൻ കാണേണ്ടി വരും. ദാ നോക്ക്, ഇനി താനെങ്ങാനും കവിത പറയുകയാണെങ്കിൽ എന്റെ കൈ വെറുതെ ഇരിക്കുന്ന താൻ ഓർക്കരുത്. പാസഞ്ചർ ആണെന്ന് കരുതി കുറച്ച് മര്യാദ തന്നപ്പോ താൻ എന്റെ തലയിൽ കയറിയിരിക്കാൻ നോക്ക്. അല്ല, ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? പ്ലെയിനിന് എന്തെങ്കിലും അപകടം പറ്റിയ നമ്മുടെ അവസ്ഥയൊക്കെ എന്താവും? മാഡം, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോളിലിരിക്കുന്ന ആളുടെ കയ്യിലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഉള്ളത്. അപകടം പറ്റരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേ. ബമ്പർ സമ്മാനം അടിച്ചാൽ അത് ലെക്ക. ഈ പ്ലെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കാര്യം പോക്കാ. കൈയടിച്ചോ കൈയടിച്ചോ. ഇനി താനെങ്ങാനും കവിത പറഞ്ഞാൽ ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നതിന് മുമ്പ് തന്നെ തന്റെ കൈയും കാലും കെട്ടി ഈ പ്ലെയിനിൽ നിന്ന് എടുത്ത് ഞാൻ പുറത്തേക്കെറിയും. ആരും സീറ്റ് വിട്ട് അനങ്ങി പോകരുത്. ഈ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. തെറ്റും ശരിയും ഞങ്ങളെ പഠിപ്പിക്കാൻ വരരുത്. നെൽപ്പാടങ്ങളൊക്കെ ഇപ്പൊ യന്ത്രങ്ങളാണ് കൊയ്യുന്നത്. പാവം പിടിച്ച ഈ പ്ലെയിനെ എന്തിനാണ് നിങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത്? അടികൈ അടികൈ. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. നീ ആരാടാ, എന്റെ അപ്പനോ? ഈ പ്ലെയിൻ പൊങ്ങിയപ്പോ തന്നെ ഇതിനെ ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം, അല്ലെങ്കിൽ പ്ലെയിന്റെ കതക് തുറന്ന് തൂക്കിയെടുത്ത് ഞങ്ങൾ പുറത്തേക്കിടും. ഓണം വന്നാൽ മാവേലി തമ്പുരാനെ നീ വരണേ. അറിയാതെ ഞാൻ പറഞ്ഞു പോയി, എനിക്ക് മാപ്പ് തരണേ. അടികൈ. തന്നെ സാറേ, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും മിണ്ടാനുള്ള അവസ്ഥ ഉണ്ടാവില്ല. എടാ പൈലറ്റേ, ഞാൻ പറയുന്ന ദ്വീപിൽ നീ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിനെ ഇറക്കിക്കോളും. ഓയ്, ഇപ്പോൾ കിട്ടിയ വാർത്തയനുസരിച്ച് ചാർമിനാർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 4 മണി 4 മിനിറ്റിന് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ വാണ്ട്സ് ടു നോ ഹൗ ആൻഡ് വൈ. മാഡം പോയ ഫ്ലൈറ്റ് ഹൈജാക്ക് ആയെന്നോ? എന്ത്? മാഡം എപ്പോഴാ ഫ്ലൈറ്റ് വാങ്ങിയത്? എടാ കഴുതേ, ഈ ഫ്ലൈറ്റിലാണ് മാഡം ഹൈദരാബാദിലേക്ക് പോയത്. ആ പ്ലെയിനാ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഖന്ന സാർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, അത് ഹൈജാക്ക് ചെയ്തിരിക്കുക. അല്ല, പക്ഷേ കന്നാ സാറിന് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹമല്ല ഹൈജാക്ക് ചെയ്തത്, ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആരോ അവരാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരുപാട് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു പ്ലെയിനാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അവർ രണ്ടുപേരും ആ ഫ്ലൈറ്റിലായിരുന്നു. ന്യൂസ് ഒന്ന് കേൾക്കാൻ വിട്. ഇന്ത്യ വാണ്ട്സ് ടു നോ ഹൂ. കാരണം ആ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തത് ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവർ 2 കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈജാക്ക് ചെയ്ത ആ ഫ്ലൈറ്റ് അവർ ഈ കാണുന്ന ദ്വീപിലാണ് കൊണ്ടിറക്കിയിരിക്കുന്നത്. മാഡത്തിനെ രക്ഷിച്ചാ മതിയാകൂ. ഖന്ന സാറിനെ രക്ഷിക്കണം. അതെ, രണ്ടുപേരെയും രക്ഷിക്കണം. പക്ഷേ എങ്ങനെ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്റെ പക്കലൊരു ഐഡിയ ഉണ്ട്. ഇതൊന്നിനും കൊള്ളാത്തൊരു ഐഡിയ ആണ്. ഞാൻ മിസ്റ്റർ കാട്കറിനെയും ഗന്ന സാറിനെയും എങ്ങനെയാണ് രക്ഷിക്കുക? നിങ്ങൾ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? ഹൈജാക്കറിനെ പോയി അറസ്റ്റ് ചെയ്യേ. ഈ കുറ്റകൃത്യം നടന്നത് എന്റെ ഏരിയയിലല്ലോ. അതിന് ആ ഏരിയയിലുള്ള ഇൻസ്പെക്ടർ പോയിക്കോളും. എങ്കിൽ പിന്നെ ആ ഇൻസ്പെക്ടർ എത്രയും പെട്ടെന്ന് വിളിക്കേ. പോലീസ് അങ്ങോട്ട് പോയാൽ പിടിപെട്ടവരുടെ ജീവൻ തന്നെ ആപത്തിലാവും. സർക്കാരിനെ കൊണ്ട് ഇതിനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാം. ഞങ്ങൾ പോയി അവരെ രക്ഷിക്കാം. വെറുതെ മണ്ടത്തരം പറയാതിരിക്കുന്നുണ്ടോ? ആ ദ്വീപിലേക്ക് എങ്ങനെ പോകും? പറന്നോ?
ചില സമയങ്ങളിൽ ഫ്യൂസായ ട്യൂബ് ലൈറ്റ് പോലും നല്ല പ്രകാശം തരും. താങ്ക് യു ഇൻസ്പെക്ടർ പാണ്ട. ഞങ്ങൾ പറന്നു തന്നെ പൊയ്ക്കൊള്ളാം. സംശയമുണ്ടോ? നീ കഴുതയാ. പറക്കാനുള്ള ലൈസൻസ് നിനക്കല്ലേ ഉള്ളൂ, ഞങ്ങളെടുത്തില്ലല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ പറക്കാൻ കഴിയും? കഴുതേ, നമ്മൾ എന്തായാലും പ്ലെയിനിൽ തന്നെ പറക്കും. സംശയമുണ്ടോ? നല്ല ഐഡിയ തന്നെയാണ്. വേഗം വരൂ ഇൻസ്പെക്ടർ പാണ്ട. ഞാൻ തീർച്ചയായും വരില്ല. ഞാൻ തീർച്ചയായും വരില്ല. ഇയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വരാൻ കഴിയില്ല. ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ എന്റെ ഡ്യൂട്ടി കളഞ്ഞിട്ട് വരികയാണെങ്കിൽ എന്റെ ജോലി തന്നെ തീർച്ചയായിട്ടും പോക്കാ. സാർ ഞങ്ങളെ സഹായിച്ചേ മതിയാവൂ. ഞാൻ എന്തായാലും നിങ്ങളെ സഹായിക്കാം. എന്റെ കൂട്ടുകാരന്റെ ഫ്ലൈയിങ് ക്ലബ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാനായിട്ട് ഞാൻ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കേ? എന്തായാലും നമുക്ക് പോകാൻ പറ്റിയല്ലോ. ഇനി നമുക്കൊരു കൈ നോക്കാം. ഇവന്മാരുടെ ഒരു കാര്യം. എന്തായാലും പാണ്ട സാർ പൈലറ്റിനോട് സംസാരിച്ച് പ്ലെയിൻ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുക. കൊച്ചളിയ, അങ്ങോട്ട് നോക്ക്. പാണ്ഡ സാറിന്റെ ജീപ്പാ. ഫ്ലൈറ്റ് വേണ്ട, നമുക്ക് ഇതിൽ തന്നെ ആ ദ്വീപിലേക്ക് പോവാനേ. എടാ, ദ്വീപ് കടലിൽ നടക്കാനുള്ളത്. റോഡിലൂടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, എന്നാ പൈലറ്റിന്റെ അടുത്തേക്ക് നമുക്ക് പോകാമല്ലോ. ആ, സ്കൂട്ടറിനേക്കാളും എളുപ്പം നമുക്ക് ജീപ്പിൽ പോകുന്നതാണ്. സംശയമുണ്ടോ? സർക്കാരിന്റെ ജീപ്പ് മോഷ്ടിക്കുന്നു. പിന്തുടരൂ. എങ്ങനെയാ സാർ പിന്തുടരുന്നേ? ജീപ്പ് അവര് കൊണ്ടുപോയില്ലേ? അവന്മാരുടെ സ്കൂട്ടർ ഉണ്ടല്ലോ. വരൂ, നമുക്ക് അവരെ പിന്തുടർന്ന് പോകാം. ഇൻസ്പെക്ടർ പാണ്ട നമ്മുടെ പുറകെ വരുന്നുണ്ട്. പൈലറ്റ് അയാളുടെ കൂട്ടുകാരനല്ലേ, അദ്ദേഹത്തെ കാണാൻ വരുന്നതായിരിക്കും. തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ജീപ്പ് സർവീസിന് കൊടുക്കണമെന്ന്. ശരി സാർ. വേഗം പോ, വേഗം. വലത്തോട്ട് തിരിക്ക. ഇടത്തോട്ട്, വലത്തോട്ട്, ഇടത്ത്. ഇല്ലല്ല, വലത്ത്, വലത്ത്. നേരെ, നേരെ. അല്ല, നേരെ. പിറകെ, പിറകെ പോ. ഇവന്മാരോട് പോയി. അതാ കിട്ടിപ്പോയി. ബണ്ണി, നീ തണ്ണിമത്തം കഴിക്കുന്നോ? സൂക്ഷിച്ചു പോ, അല്ലെങ്കിൽ ഞാൻ താഴെ വീഴും. എടാ, എടാ, ഒന്ന് പതുക്കെ പോടാ. അത് സർക്കാരിന്റെ ജീപ്പാ. സർക്കാരിന്റെ വണ്ടിക്ക് ഒരു സ്പീഡില്ല. ഇന്നാ പിടിച്ചോ. വേണ്ട. മാറിക്കോ. ഹണി, ഒരു ടയർ ഇളകിപ്പോയടാ. ഒരു കുഴപ്പമില്ല. എന്തായാലും 3 ടയർ ഉണ്ടല്ലോ. 2 ടയറുള്ള സ്കൂട്ടർ വരെ ഞാൻ ഓടിക്കും. പിന്നല്ലേ ഇത്. ഹായ്, ഞങ്ങളെ ഇൻസ്പെക്ടർ പാണ്ഡയാണ് അയച്ചത്. അതെയോ? വരൂ, ഇരിക്കൂ, എന്നിട്ട് പറക്കൂ. അല്ല, ഞങ്ങൾ പൈലറ്റിനെയാണ് കാണാൻ വന്നത്. ഞാൻ പൈലറ്റ് തന്നെയാണ്. നമുക്ക് പറക്കാം. പേപ്പറിൽ ഫ്ലൈറ്റ് വിടുന്ന പൈലറ്റിനല്ല ഞങ്ങൾക്ക് വേണ്ടത്. യഥാർത്ഥ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റിനെയാ. തീർച്ചയായും. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം. പേപ്പർ കൊണ്ടുള്ളതാ? കുഞ്ഞുനാളിൽ പേപ്പറിലുള്ളത് പറപ്പിച്ചു, പിന്നെ റിമോട്ടിലുള്ളത് പറപ്പിച്ചു. ഇപ്പൊ യഥാർത്ഥ പ്ലെയിൻ പറപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യം ഒരു ഹെലികോപ്റ്റർ ആണ്. സംശയമുണ്ടോ? അത് പറ്റില്ല. ഇൻസ്പെക്ടർ പാണ്ഡ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നടക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ദ്വീപിലേക്ക് പോകണം. നിങ്ങൾക്ക് എവിടെ പോണമെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ കൊണ്ടുവന്നെത്തിക്കാം. പോയിട്ട് പിന്നെ വാ. ഇപ്പൊ എന്റെ കയ്യിൽ ചില്ലറ ഒന്നുമില്ല. ഞാൻ ഭിക്ഷക്കാരനല്ല, ഞാൻ ഇൻസ്പെക്ടർ പാണ്ഡയാണ്.
ഇൻസ്പെക്ടർ ആണെങ്കിൽ പിന്നെ എന്തിനാ താൻ ഭിക്ഷക്കാരനായത്? ഞാൻ ഭിക്ഷക്കാരനല്ലെന്നാ പറഞ്ഞത്. ഈശ്ശ്. പിന്നെ എന്തിനാ ഇദ്ദേഹം ചില്ലറയില്ല പിന്നീട് വാന്ന് പറഞ്ഞത്? അത് ഇദ്ദേഹത്തിന് എന്നെ കണ്ടിട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ തോന്നി. അല്ല പാണ്ഡസാറായിരുന്നോ? ഇരുന്നാട്ടെ, ചായ കൊണ്ടുവരാൻ പറയട്ടെ. വെള്ളം കൊണ്ടുവരാൻ പറ. ചായ കൊണ്ട് ശരീരം കെടുക്കുകയാണെങ്കിൽ ഒരുപാട് വേണ്ടി വരും. ഞാൻ പറഞ്ഞത് കുടിക്കാൻ ചായ കൊണ്ടുവരട്ടെ എന്നാ. ഒട്ടും സമയമില്ല. ഞങ്ങളുടെ മേഡം പോയ പ്ലെയിൻ ആ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഹൈജാക്കേഴ്സ്? നിന്റെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങോട്ടും വരുന്നില്ല. വരുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ മേഡം ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, അവൻ എന്റെ ഹെലികോപ്റ്റർ തീർച്ചയായും ഹൈജാക്ക് ചെയ്യും. ശരി എന്നാ നിങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തന്നേക്കൂ. ഞങ്ങൾ പോയിക്കോളാം. അത് ഓടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. വേണ്ട, പുറത്ത് കിടക്കുന്ന ജീപ്പിന്റെ അവസ്ഥയൊന്ന് നോക്ക്. അത് കണ്ടാ മനസ്സിലാവും ഇവന്റെ കയ്യിലിരിപ്പ്. പറയുന്നത് കേക്ക്. താൻ ഹെലികോപ്റ്റർ കൊടുക്കുകയാണെങ്കിൽ അവസാനം ഫാൻ മാത്രമേ കിട്ടൂ. ഇല്ല, ഒന്നെങ്കിൽ കൂടെ വാ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ താ. ഞാൻ കൂടെ വരാം. എന്നാൽ അവിടെ ഞാൻ ലാൻഡ് ചെയ്യില്ല. കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ എങ്ങനെയെങ്കിലും ഇറങ്ങിക്കോളാം. ആഹാ, എന്ത് നല്ല സ്ഥലല്ലേ. ദേ ഒരു കാര്യം, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, ആ ദ്വീപിൽ ഹൈജാക്കേഴ്സ് ഉണ്ട്. ഞാൻ എന്റെ ഹെലികോപ്റ്റർ തീർച്ചയായും അവിടെ ലാൻഡ് ചെയ്യില്ല. കുഴപ്പമില്ല, ഞങ്ങൾ പാരാഷൂട്ട് വഴി പോയിക്കോളാം. പാരഷൂട്ട് വഴി പോവാണെങ്കിൽ പിന്നെ എന്തിനാ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏ? കൈമാറ്റേ. എന്തിനാ ഹെഡ്ഫോൺ വെച്ചിരിക്കുന്നത്? താനെന്താ പാട്ട് കേൾക്കുകയാണോ? ഇത് കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ്. അല്ല, ഇതെന്ത് ബട്ടണാണ്? എടോ, അത് ഹെലികോപ്റ്ററിന്റെ മുകളിൽ ചുറ്റുന്ന ഫാനിന്റെ സ്വിച്ച് ആണ്. വെറുതെ എന്തിനാ ഫാൻ ഇട്ട് വെച്ചിരിക്കുന്നത്? ഇപ്പൊ തന്നെ വല്ലാത്ത തണുപ്പാ. വേണ്ട. ഓയ്. പണി കിട്ടി. വേഗം നിർത്താൻ നോക്ക്. എടാ, അടക്കേടാ അത്രയുള്ള എന്നെ കൊണ്ട് ഈ ആന എങ്ങനെയാടാ നിർത്താൻ കഴിയാ? രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഇയാളെന്തിനാ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? ഇവിടെ കഴുതി ഇദ്ദേഹത്തിന് ബോധം പോയതാണ്. ഇപ്പൊ ഹെലികോപ്റ്റർ ആരാണ് ഓടിക്കുക? ഞാൻ ഓടിക്കാം. എന്റെ കയ്യിൽ റിമോട്ടിലുള്ള ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ കഴിയും. എന്താ കാണിക്കുന്നത്? എടാ, രക്ഷിക്കണേ. പതുക്കെ. ചേടാ, ഇതെവിടുന്നാ വന്നേ? ഇതെന്റെ പുറകെ വരുന്നുണ്ടല്ലോ. എടാ കുരുവി, മുന്നീന്ന് മാറിപ്പോ, മുന്നീന്ന് മാറിപ്പോകാൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുകളിലേക്ക് പോവാം. കുരുവി പോയി, കുറച്ച് മുകളിലേക്ക് പോകാം. ഇത് വീണ്ടും വന്നല്ലോ. നീ കാരണം എന്റെ ജീവൻ പോവായിരുന്നല്ലോ ഇവിടെ കഴുതേ. നോക്ക്. ഹണി, സൂക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും തറയിൽ മുട്ടും. തീർച്ചയായിട്ടും നമ്മൾ തറയിൽ മുട്ടില്ല.
താഴെ കിടക്കുന്നതേ കടല. അയ്യോ എന്റെ അമ്മച്ചിയെ, എല്ലാം തീർന്നു. ഓ രക്ഷപ്പെട്ടു. എന്റെ കൊച്ചളിയ, ഹെലികോപ്റ്റർ ഓടിക്കാൻ വളരെ എളുപ്പാണ്. വേഗം പാരച്യൂട്ട് എടുത്തോ, നിങ്ങൾ ഇറങ്ങേണ്ട സ്ഥലം എത്തി. ശ്രദ്ധിച്ചു കേട്ടോ, ഇവരിൽ നിന്നും ആരെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല, അത് ഓർമ്മയിൽ വെച്ചോ. വിൽക്കുന്ന പച്ചക്കറിയെല്ലാം ഇപ്പോൾ വിഷമാണ്. നമ്മളെ മാത്രം എന്തിനാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ആടികൈ. എന്താണ്, ഒരു ഉണ്ട വേണോ? ആ, ആഹാരം കഴിച്ചിട്ട് കുറെ സമയമായി. ഒരു ഉണ്ട കിട്ടിയിരുന്നെങ്കിൽ തിന്ന് വിശപ്പടക്കാമായിരുന്നു. അയാള് പറഞ്ഞത് വെടിയുണ്ടെ കുറിച്ചാ, അരിയുണ്ടെ കുറിച്ചല്ല. വേണ്ട വേണ്ട വേണ്ട. ധോണി അടിച്ചു, സിക്സർ, ഹാട്രിക്ക്. ചേട്ടൻ ആ തോക്കൊന്നു മാറ്റി പിടിക്ക്. ആടികൈ. എന്റെ ചേട്ടായി, ഈ അടിയുടെ പേര് കർണക്കുറ്റിക്കടി എന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് കൈയടിക്കാനാണ്. ഇനി എനിക്ക് ഒരു നിമിഷം പോലും സഹിച്ചിരിക്കാൻ പറ്റില്ല. തോക്കിങ്ങി തന്നെ. ഇവനെ ഞാൻ വെടിവെച്ചിട്ടിട്ട് ജയിലിലേക്ക് പോയിക്കോളാം. അവന്റെ ഒടുക്കത്തെ ഒരു കവിത പറച്ചില്. വേണ്ട വേണ്ട, ദയവായി അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. കണ്ണ സർ അവരോട് സോറി പറഞ്ഞേക്ക്. സുനാമി വന്നാൽ ഒരു പക്ഷേ മീനിന്റെ വില കുറഞ്ഞേക്കാം. എന്നെ വിട്ടേക്ക്, ഞാൻ സോറി പറഞ്ഞേക്കാം. അടികൈ. അങ്ങോട്ട് നടക്കുക. എന്റെ പൊന്നങ്ങുന്നേ, ഇവന്റെ അടുത്തുനിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുക. എന്താ ഈ ചെയ്യുന്നത്? ഇവിടെ കിടന്ന് വെറുതെ കുസ്തി പിടിക്കാതെ പാരച്യൂട്ടിൽ ചാടാൻ നോക്ക്. ഇല്ല, എന്നെ കൊണ്ട് തീർച്ചയായിട്ടും കഴിയില്ല. വേണ്ട വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഞാൻ നിന്നെ സഹായിക്കാം, നീ പേടിക്കണ്ടെന്നേ. സോർദാറെ, ഭയങ്കര ഈസിയാ, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ തീർച്ചയായും ചാടില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ നിന്നെ തള്ളിവിടാം. ഓ, ഞാൻ തീർച്ചയായിട്ടും ചാടില്ല. അല്ല സോദര, ഞാനൊരു കാര്യം മറന്നു. നിനക്കൊരു ഗിഫ്റ്റ് തരാൻ മറന്നു. ഇന്ന് പിടിച്ചോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇന്ന് നിങ്ങൾ എല്ലാവരും ചിറകില്ലാതെ പറക്കുകയാണ്. കിട്ടിപ്പോയി എല്ലും കഷ്ണം. താഴേക്ക് നോക്കി സോർദ, പാരാഷൂട്ട് തുറക്ക്, അല്ലെങ്കിൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. കൊച്ചളിയ, ഇപ്പൊ വീണ്ടും ഹെലികോപ്റ്ററിലേക്ക് പോവാണെന്ന് തോന്നുന്നു. മാറിക്കോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ക്രാഷ് ലാൻഡിംഗ് ആവും. സംശയമുണ്ടോ? വേഗം, എത്രയും പെട്ടെന്ന് എല്ലാരും പാരഷൂട്ടിൽ ചാടിക്കോ. ഫ്രഷ് ആയിട്ട് ഒരു സീ ഫുഡ്. കുശാലായി. കണ്ടോ എന്റെ സ്റ്റൈല്? സിറ്റിയിലെ പൂച്ച ഇന്നെന്റെ ചട്ടിയിലാകുന്നേ. നീ ഒരു ഒന്നൊന്നര ലഞ്ചാണല്ലോടെ.
എന്നെ പിടിക്കാൻ പറ്റില്ല. അതിന് ഞാൻ ഒരിക്കൽ കൂടി ജനിക്കണം. ആകാശത്തും താഴേക്ക് വന്നത് സിംഹത്തിന്റെ വയറ്റിലേക്കായിരുന്നു. സോറി സർ, ഞാൻ കുടുങ്ങി. ഇത് എന്താ മൃഗമാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ ഓടിക്കൊള്ളാവേ. ഓടിക്കോ. എടാ പാരഷൂട്ടാ, നീ എങ്ങനെയാ കുടുങ്ങിയത്? എന്നെ മര്യാദയ്ക്ക് താഴെ ഇറക്ക്. ഹലോ, ഞാൻ കുടുങ്ങിപ്പോയി, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? താങ്ക് യു. എന്തായാലും മസാജ് കൊള്ളാം കേട്ടോ. കഴുത്ത പൂച്ചയാണല്ലോ കൊള്ളാം. എന്നെ അധ്വാനിക്കാതെ തന്നെ ലഞ്ച് എന്റെ വായിൽ വന്നെത്തി. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കണേ. കിട്ടി എന്തായാലും സ്മാർട്ട് തന്നെയാണ്. എത്ര നന്നായിട്ട് ലാൻഡ് ചെയ്തെന്ന് നോക്ക്. വൗ, എത്ര മനോഹരമായ കാടാ ഇത്. ഇവിടെ ചുറ്റിക്കാണാൻ നല്ല രസമായിരിക്കും. ഈ കാട് മുഴുവൻ മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാട്ടില് മൃഗങ്ങളല്ലാതെ പിന്നെ ക്രിക്കറ്റ് പ്ലെയർ ആണോ ഉണ്ടാവുക? ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് നമ്മൾ എത്തണം. മാത്രമല്ല മാഡത്തിനെ കന്നാ സാറിനെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? നമ്മൾ ഹൈജാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അതെ, അവരെ ഇടിച്ച് ചമ്മന്തിയാക്കണം. പക്ഷേ അവരുടെ കൈവശം ഗൺസ് ഉണ്ടാവും. അതുകൊണ്ട് അവരെ നമുക്ക് എങ്ങനെയും പറ്റിക്കണം. ഗൺസ് എല്ലാം മോഷ്ടിക്കണം. രാത്രിയാകുമ്പോ അവരെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അതാ നിൽക്കുന്നു മാഡം എന്ന ഫ്ലൈറ്റ്. ചുറ്റും ഹൈജാക്കേഴ്സ് ഉണ്ട്. എന്തായാലും നമുക്ക് രാത്രി വരെ കാത്തിരിക്കാം. ഉറക്കം വരികയാണ് ബോസ്. രണ്ട് പേരായിട്ട് പോയി ഉറങ്ങിയിട്ട് വരാം. അതും ശരി തന്നെയാ. ആദ്യം നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം. വരൂ. ഗുഡ് നൈറ്റ്. അവിടെ ഒന്നും തന്നെയില്ല, നീ ഇങ്ങോട്ട് വാ. കുറച്ചൊന്ന് ഉറങ്ങിയാലോ? അവരുടെ കൈവശം ഗൺസ് ഉണ്ട്. എന്ത് ചെയ്താലും സൂക്ഷിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ മിണ്ടാതെ പോയി അവരുടെ ഗൺസ് എല്ലാം എടുക്കണം. ഞാൻ ഖന്ന സാറിനെ രക്ഷിക്കും.
ഈ തോക്കെടുക്കാനുള്ള ശക്തി എനിക്ക് ഉണ്ടാകണേ. കിറ്റി, എന്റെ അമ്മച്ചി. ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നീ വേണമെങ്കിൽ തോക്കെടുത്തോ, എനിക്കിത് വേണ്ട. കാളയുടെ കൊമ്പി പിടിച്ചാൽ അത് പൊട്ടും. ഗണ്ണ് മാറ്റി പിടിക്കടാ, അല്ലെങ്കിൽ അത് പൊട്ടും. മടികൈ. ഇവിടെ ആദ്യം കൊല്ലേണ്ടത് നിന്നെ ആയിരിക്കും. വേണ്ട, മേഡത്തിന് വെടിവെച്ച് കൊല്ലരുത്. എങ്കിൽ എല്ലാവരും തോക്ക് താഴെയിട. ഞാൻ തത്തയാണടാ. ഏയ്, എന്റെ അമ്മച്ചി. ഐഡിയ. ഓടിക്കോ. കഥവ് തുറക്ക്, കഥവ് തുറക്ക്. രക്ഷപ്പെട്ടു. നിക്കവിടെ. ഓടിക്കോ. ഓടിക്കോ. മേഡം, കന്ന സാറേ, വേഗം വാ. വേഗം വരൂ, വേഗം വരൂ. നിക്കവിടെ. നിക്കാൻ. അയ്യോ, ഓടില്ല, ഓടില്ല. ആൻസർ ആയി. എന്നെ വിട്ടേക്ക്. ഈ ഗുഹ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ഇവിടെ ആരാണ് താമസിക്കുന്നത്? ഞാനാ. ഇവിടേക്ക് ആര് വന്നാലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഇത് ഈ ബോസിന്റെ സ്റ്റൈലാ. ആരായി ബോസ്? ഞാനാ. അറ്റാക്ക്. അറ്റാക്ക്. ഇങ്ങനെ ഇടിക്കല്ലടേ, എനിക്ക് ഇക്കളിയാവൂടെ. എടേ, ഒന്ന് നിർത്ത്, അല്ലെങ്കിൽ എന്റെ ജീവന് നീ സമാധാനം പറയേണ്ടി വരും. അയ്യോ, അയ്യോ, എന്റെ അമ്മച്ചി. ആരും ഇവിടം വിട്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. മനസ്സിലായോ? 1 minute, you rabbit. റാബിറ്റ്, ഞാൻ ഈ ഗ്യാങ്ങിന്റെ ബോസ് ആണ്. ബോസ്. എന്തൊക്കെയാണെങ്കിലും താൻ റാബിറ്റ് തന്നെയാ, അല്ലാതെ സിംഹമൊന്നും അല്ലല്ലോ.
ഞങ്ങളുടെ ബാസിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ആരും തന്നെ ധൈര്യപ്പെടുകയില്ല കേട്ടോ. ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ മാത്രം നിനക്കൊക്കെ എവിടെ നിന്ന് ധൈര്യം വന്നു? ഇവന്റെ ശബ്ദം എന്തായാലും നല്ല രസമുണ്ട്. വാരിയർ ഗാങ്ങിനെ തൊട്ട് കളിച്ചാൽ അക്കളി ഇക്കളി തീക്കളിയാകും. ഇത് ഈ ബോസിന്റെ സ്റ്റൈലാ. ഞങ്ങൾ ഹൈജാക്കേഴ്സിനെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ വന്നത്. എങ്കിൽ ഞങ്ങളുടെ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാനായിരിക്കും വന്നിരിക്കുന്നത്. ഓ, 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 ഓ. ഇത് കട്ടപ്പുറത്തിരിക്കുന്ന പ്ലെയിൻ ആണല്ലോ. ഇതിനെന്തിനാ ഹൈജാക്ക് ചെയ്യുന്നത്? കട്ടപ്പുറത്തോ നിന്നെ ഞാൻ കട്ടപ്പണയിലേക്ക് അയക്കും. പൂജ എത്ര പഴയ സാധനമാണെങ്കിലും ശരി, അത് നമ്മുടെ ആണെങ്കിൽ സ്വർണം പോലെയാണ്. സംശയമുണ്ടോ? ശരിയാണ്. ഹൈജാക്കേഴ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവർ ഇവിടെ നിന്നും ഒരു പ്ലെയിൻ മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടിരിക്കുക. എങ്കിൽ അത് നമ്മുടെ പ്ലെയിൻ തന്നെയായിരിക്കും. ഈ പ്ലെയിനിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. വേട്ടേ, ജീവൻ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ അവരുടെ ജീവൻ എടുക്കണം. ശരിയാണ്. ഇൻഫർമേഷന് താങ്ക്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ്. ഇത് ബോസിന്റെ സ്റ്റൈലാ. യോദ്ധാക്കളെ, നാളെ രാത്രി നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യാം. എന്താ ഇന്ന് രാത്രി ചെയ്യാത്തെ? ഇന്ന് രാത്രി എന്താ പ്രശ്നം? ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ നാളെ രാത്രിയാകുമല്ലോ. ഇതാണ് ബോസിന്റെ സ്റ്റൈല്. പക്ഷെ ഇവൻ ബുദ്ധിമാനാണ്. ഞങ്ങളും നിങ്ങളുടെ ഒപ്പം വരാം. അവരും ഞങ്ങളുടെ യജമാന്മാരെ ബന്ദികളാക്കി വെച്ചിരിക്കുക. ഓക്കേ, അതുവരെ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. ഫ്രണ്ട്സ്, നോ, ഇത് കാടാണ്. ഇവിടെ ആർക്കും ആരുടെയും ഫ്രണ്ട് ആവാൻ കഴിയില്ല. ജസ്റ്റ് ഗസ്റ്റ്. എങ്കിൽ നാളെ രാത്രി കാണാം. മിഷൻ ഹൈജാക്കേഴ്സ്. കണ്ണസാറേ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത്. പുട്ടാണെങ്കിൽ കഴിക്കാൻ കടലക്കറി ഉണ്ടാകണം. നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ എന്റെ നല്ല ഉറക്കത്തെ നശിപ്പിക്കണം? അടി കൈ. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇതാണ് നല്ല സമയം, മറക്കണ്ട. ഈ ഇരുട്ടത്ത് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നേരം വെളുക്കട്ടെ, രക്ഷപ്പെടാം. നേരം വെളുത്ത് ഇവർ എഴുന്നേക്കില്ലേ? അതുകൊണ്ടാ ഇപ്പൊ രക്ഷപ്പെടാന്ന് പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്കിൽ രക്ഷപ്പെട്ടോളൂ. എനിക്ക് തനിച്ച് രക്ഷപ്പെടണ്ട, നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടാം. വരൂന്നേ. എല്ലാരും ഉറങ്ങി. നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഒന്നും ചെയ്യല്ലേ. അമ്പിളി അമ്മാവൻ കിഴക്കൊതിച്ചു. കണ്ടു നിന്ന കുഞ്ഞുങ്ങൾ കരഞ്ഞു വിളിച്ചു. കൂർക്കം വലിച്ചുറങ്ങിയവരെല്ലാം നിലവിളിച്ചു. എന്റെ മണ്ടത്തരം കാരണം നിങ്ങൾ എന്നെ പിടിച്ചു. ഇവനെ ആദ്യം വെടിവെച്ചിട്. പാതിരാത്രി കവിത പറഞ്ഞ് മറ്റുള്ളവരെ കൊല്ലാണ്. കൊള്ളാം. എന്ത് നല്ല കവിതയാണ് നിങ്ങൾ പറഞ്ഞത്. എല്ലാവരും അടികൈ അടികൈ. എന്റെ അമ്മച്ചി. ഞാൻ എത്ര നല്ല ഡ്രൈവറാന്ന് ഇപ്പൊ കണ്ടോ? കൊള്ളാം. ഒടുക്കളത്തെ സൗന്ദര്യം എനിക്ക്. എടാ കള്ള പൂച്ചേ, നീ എന്തിനാ എന്നെ കുളിപ്പിച്ചത്? വെള്ളത്തിന് വല്ലാത്ത തണുപ്പാ. എടാ നിങ്ങൾ രണ്ട് അളിയന്മാർക്കും വേറെ പണിയൊന്നുമില്ലടേ. എനിക്കിനി കുളിക്കണ്ട. സംശയമുണ്ടോ? എന്റെ അമ്മ സുനാമി വരുന്നേ. സംശയമുണ്ടോ? എന്റെ അമ്മ, ഈ വെള്ളത്തിന് വല്ലാത്ത തണുപ്പ് തന്നെയാ. കൊച്ചാളിയാ, പുതപ്പുണ്ടെങ്കിൽ താ. ഈ വെള്ളം കൊണ്ട് എന്റെ നിറം പോകുന്ന തോന്നുന്നത്.
എടാ വെള്ളത്തിൽ കളിക്കുന്നത് മതിയാക്ക്. വെറുതെ ദേഷ്യം പിടിപ്പിക്കാം. എന്തൊരു അടിപൊളി കാലാവസ്ഥയാ. ഞാനൊന്ന് പറന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഓക്കേ, രാത്രിയായിരിക്കുന്നു. അറ്റാക്കിനുള്ള തയ്യാറെടുത്തുകൊള്ളൂ. ഹെഡ്ലൈറ്റ് റെഡിയാണോ? റെഡി? പുഷ് ചെയ്യാൻ റെഡിയാണോ? കൺട്രോൾ പോയല്ലോ. വേഗം പ്ലെയിൻ പൊക്കടാ. ഇതിനെ പൊക്കാൻ പറ്റില്ലടാ, പറത്തിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. നോക്കി നിൽക്കാതെ ഒന്ന് പൊക്കി വിടറാ. ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ മറ്റുള്ളവരെ തടി ഇങ്ങനെ കേടാക്കുന്നത്? പോയിക്കോ ഇവിടെന്ന്. ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങി ഒന്ന് തള്ളു. നന്നായിട്ട് തള്ളു. ആദ്യമായിട്ട് തള്ളി വിട്ടോടുന്ന ഫ്ലൈറ്റ് ഞാൻ കാണുന്നത് തന്നെ. മിന്നുന്നതെല്ലാം പൊന്നല്ല, മനസ്സിലായോ മണ്ടിപ്പെണ്ണ്? സംശയമുണ്ടോ? ഇന്നാരും തന്നെ ഉറങ്ങാൻ പോകുന്നില്ല. അവർ ഇന്ന് വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് നമ്മൾ എല്ലാരും തന്നെ അലേർട്ട് ആയിരിക്കണം. വിടരുത്. അറ്റാക്ക്! അറ്റാക്ക്! സൂക്ഷിച്ചോടിക്കാൻ നോക്ക്. ഞാൻ എവിടെയാ ഓടിക്കുന്നത്? അത് താനെ ഓടുകയല്ലേ. എന്റെ കാര്യം പോക്കാം. കാണിക്കോ.
അല്ലെങ്കിൽ ഇവരെ ഞാൻ വെടിവെക്കും. എല്ലാവരും നിർത്ത്. ഇത് നമ്മുടെ മാഡമാണ്, സംശയമുണ്ടോ? ഹൈജാക്കേഴ്സ് എല്ലാം ഇന്ന് ജോക്കറായി. നീ എപ്പോഴായി ഇത്രയും നല്ലൊരു ഫൈറ്ററായി? അടികൈ അടികൈ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരുടെ കൂട്ടുകാർ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് എന്റെ കൂട്ടുകാരന്റെ സഹായം വേണ്ടി വരും. ഇത്രയും താമസിച്ചാണോ വരുന്നത്? നിങ്ങൾ എന്താ ഹൈജാക്കേഴ്സോ പോലീസോ? വൃത്തിയേട്ടവന്മാരെ. സോറി ബോസ്. അനങ്ങി പോകരുത്, വെടിവെക്കും. ഒരു പ്രശ്നവുമില്ലായിരുന്നു. ഈ മൃഗങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. എല്ലാരെയും വെടിവെക്കേ. ആഹാ, നീയോ? ആകാശത്ത് കിടന്ന് അടിമേടിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ നീ തന്നെയായിരിക്കും. സംശയമുണ്ടോ? ഒരു സംശയവും ഇല്ല. എന്നടുത്താണോ കളി? സർപ്രൈസ്. നീയാണോ ഞാനാണോന്ന് ഇന്ന് നമുക്കൊരു കൈ നോക്കാം. എടാ ഞാനും വരുന്നു, നിക്ക്. അവരെ പിടിച്ചു കെട്ട്. വേണ്ട വേണ്ട, പറഞ്ഞാ കേക്ക്. നിന്നെ എന്തായാലും ഇന്നൊരു പാഠം പഠിപ്പിക്കും.
എല്ലാവരും പിടിച്ചു. എന്റെ ഏരിയക്കകത്ത് വന്നാൽ എല്ലാവർക്കും ഇതായിരിക്കും അവസ്ഥ. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. ഇത്രയും വലിയ ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു. ഈ ജുറാസിക് പാർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അടികൈ. പോപ്പട്ടെ, നീ ആളൊരു വീരൻ തന്നെയാ. ഞാൻ എന്നും എപ്പോഴും വീരൻ തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സമയമെടുത്തു. സംശയമുണ്ടോ? ഞാൻ കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞു. ഒരിക്കലും ഒരു അപകടത്തിലും പെടില്ല. സുഹൃത്തുക്കളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വത്ത്. എല്ലാരും വാ, നമുക്ക് പോകാം പ്ലെയിനകത്ത്. അടികൈ. ഓ, ഞാൻ വേണമെങ്കിൽ കടലിൽ നീന്തി വന്നോളാം. പക്ഷെ ഇയാളുടെ കൂടെ ഞാൻ ഫ്ലൈറ്റിൽ ഒരിക്കലും വരില്ല. നിങ്ങൾ എന്തേ കാണിച്ചത്? നാട് എത്തുന്നത് വരെ ഇയാളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. വെൽക്കം. ഇപ്പൊ പോയിക്കോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലെയിൻ ശരിയാക്കാനായിട്ടുണ്ട്. മറ്റുള്ളവരുടെ ഫ്ലൈറ്റിൽ ഞാൻ കേറുകയില്ല. ഇത് ബോസിന്റെ ഒരു സ്റ്റൈലാ. ബൈ 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 ബൈ. ബൈ. ബൈ.